وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ താനാളൂർ മണ്ഡലം പ്രസിഡന്റ് NK സിദ്ദീഖ് അൻസാരി, നമ്മുടെ വിശിഷ്ട അതിഥി ഉദ്ഘാടകനുമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ, വേദിയിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അതിലകപ്പെട്ട ഹതഭാഗ്യരായ ആളുകളോട് ചോദിക്കുമത്രേ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരും വന്നിട്ടില്ലായിരുന്നോ? പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അവനോട് മാത്രമേ സഹായതേട്ടം പാടുള്ളൂ എന്നും കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് 1,24,000-ലധികം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതുതന്നെയാണ്. നരകത്തിന്റെ മലക്കുകൾ ചോദിച്ച ആ ചോദ്യം, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് 1500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടിയാണത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ഈ ഭൂലോകത്ത് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, ലാഭേച്ഛയില്ലാതെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും സഹിയായ ഹദീസുകളെയും അടിസ്ഥാന പ്രമാണങ്ങളാക്കി ദീനീ രംഗത്ത് വളരെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് കൃത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതിന്റെ നവോത്ഥാനത്തെ കുറിച്ച് ആളുകൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഉത്തരവാദിത്തമുള്ള നമ്മൾ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്, അതിനവരെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെയും നമ്മുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ മണ്ഡലം സമ്മേളനം ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഇന്നത്തെ കാലത്ത് ദഅവത്ത് എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സമീപിച്ച ആളുകളൊക്കെ നന്നായി ഞങ്ങളെ സാമ്പത്തികമായി വളരെയധികം സഹായിക്കുകയും ഈ ദൈവത്തിന്റെ മേഖലയിൽ അവർ പങ്കാളികളാവുകയും ചെയ്തു. പ്രപഞ്ച സൃഷ്ടാവായ നാഥ, ഞങ്ങളെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന എല്ലാവർക്കും അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. അവർക്ക് നീ ഇഹത്തിലും പരത്തിലും ദറജ നൽകണേ നാഥ. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്. നമ്മൾ ഇത് വലിയ ഒരു മൈതാനത്ത് നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതിനുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കാണുകയും അതിലേക്കൊക്കെ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തതായിരുന്നു. പക്ഷേ കാലാവസ്ഥ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഒരു ഭയമാണ് ഇത്തരത്തിലൊരു ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കാരണമായത്. പക്ഷേ ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി വളരെ നല്ല രീതിയിലുള്ള ഒരു ആളുകളാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ
പല ആളുകൾക്കും പല പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നു, അതിനൊക്കെ പ്രപഞ്ചനാഥനായ അള്ളാഹു കൃത്യമായ പ്രതിഫലം നിങ്ങൾക്കൊക്കെ നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അതേപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ആമുഖമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരള സംസ്ഥാന KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ നിയന്ത്രണം, ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാന്യായ KNM താനാളൂർ മണ്ഡലം പ്രസിഡന്റ് NK സിദ്ദീഖ് അൻസാരിയാണ്. അതേപോലെ തന്നെ ഇതിൽ പ്രസേഡിയം അതേപോലെ ഇതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഷെരീഫ് മേലേതിൽ അവറുകളാണ്. അതേപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കാനുള്ള ബഹുമാന്യനായ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ, അതേപോലെ ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ എത്താൻ പ്രയാസമാണ്, നാട്ടിലില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രഷററായ PC കുഞ്ഞാമത് മാഷെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അതേപോലെ തന്നെ ഇതിന്റെ പ്രസീഡിയത്തിലുള്ള ബഹുമാന്യരായ അംസഹാജി കാളാട്, പ്രൊഫസർ അഹമ്മദ് ബഷീർ സാഹിബ് കോറാട്, അനീഫ കക്കോടി, M അവറാൻകുട്ടി, കോട്ടുമൽ ഖാദർ ഹാജി, വടുതല മുഹമ്മദ് ഹാജി, M അബ്ദുസലാം മാസ്റ്റർ, PS ബാവ ഹാജി പകര, താഹിർ മങ്ങാട്, ഹുസൈൻ ഹാജി വെള്ളിയാമ്പുറം, V മുഹമ്മദ് കുട്ടി എന്ന ബാബ സാഹിബ്, MK കുഞ്ഞുമൊയ്തീൻ പെരിഞ്ചേരി, C ഹംസ വൈലത്തൂർ, ഹക്കീം വരിക്കോട്ടിൽ ഇട്ടിലാക്കൽ, PK സലാഹുദ്ദീൻ പുൽപ്പറമ്പ്, ഹുസൈൻ നന്നാട്ട് തെയ്യാല തുടങ്ങിയവരെയും ഇതിൽ നന്ദി അറിയിക്കുന്ന നൌഷാദ് സൂപ്പട്ടക്കിനെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ ഇവിടെ ചില്ലറ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ എത്തുകയും നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ കൃത്യം 9:30 നമ്മൾ പരിപാടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ പരിപാടികൾ കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച ഇവിടെ എത്തിയ എല്ലാ പ്രതിനിധികളെയും KNM ശാഖാ മണ്ഡലം ഭാരവാഹികളെയും പ്രവർത്തക സമിതി അംഗങ്ങളെയും അതുപോലെ ISM MSM MGM സഹോദരങ്ങളെയും എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവോത്ഥാനം പ്രവാചക മാതൃക താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ NK സിദ്ദീഖ് അൻസാരിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ വേദിയിലുള്ള നമ്മുടെ സംസ്ഥാന KNM വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ അവർകൾ, കുഞ്ഞിപ്പ മാസ്റ്റർ, PC കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, പ്രസിഡി അലങ്കരിക്കുന്ന ബഹുമാന്യരായ താനാളൂർ മണ്ഡലത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സാരഥികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, വളരെ ധന്യമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സമിതി നമ്മോട് ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ മണ്ഡലം സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ ജില്ലയിൽ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ കോട്ടക്കൽ മണ്ഡലം സമ്മേളനം ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കൊണ്ടോട്ടി മണ്ഡലത്തിൻ്റെയും സമ്മേളനം നമ്മുടെ സമീപത്ത് തന്നെയാണ് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീന് കലർപ്പില്ലാതെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കയ്യിലേന്തി മാനവരാശിയെ വിമോചനത്തിൻ്റെ മാർഗമായ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും സ്വർഗത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ മഹാപ്രസ്ഥാനം താനാളൂർ എന്ന പ്രദേശം കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ വേരോട്ടം നൽകിയ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രദേശവും അതിൻ്റെ ചുറ്റുപാടുകളിൽ നവോത്ഥാന രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത
പല പ്രദേശങ്ങളിൽ നിന്നുമായും കൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ വട്ടത്താണി ഓഡിറ്റോറിയത്തിലേക്ക് ഒരുപാട് സഹോദരി സഹോദരന്മാർ വളരെ സന്തോഷപൂർവ്വം ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നത്. രാവിലെ 9:30 മണിക്ക് ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ബഹുമാന്യരായ ഉബൈദുല്ലാ താനാളു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ താഴെ ഇതിന്റെ ഏകദേശം പകുതി ആളുകൾ അവിടെ സ്ക്രീനിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ പോലീസ് ഓഫീസർ നമ്മുടെ ബിജു പി എന്ന് പറയുന്ന നമ്മുടെ പോലീസ് ഓഫീസർ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഈ ഓഡിറ്റോറിയവും ഈ സമ്മേളന വേദിയും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിനുശേഷം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ താനാളൂർ മണ്ഡലത്തിന്റെ മുജാഹിദ് വനിതകളുടെ മഹാസമ്മേളനം, വനിതാ സമ്മേളനം ഇവിടെ നടന്നപ്പോ ഈ ഓഡിറ്റോറിയത്തിൽ ഒരിറ്റ പുരുഷരും നമ്മൾക്ക് അനുവാദം നൽകിയിരുന്നില്ല. അവരൊക്കെ ഈ താഴെ പ്രോഗ്രാം ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സമാപന സമ്മേളനമാണ്. ഉജ്ജ്വലമായ ഒരു 2 പ്രഭാഷണങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനിയായ ഡോക്ടർ ഹുസൈൻ സാഹിബ് 2 മണിക്ക് തന്നെ നമ്മുടെ പരിസര പ്രദേശത്തെത്തുകയും അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്ത് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹു അത് സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാണ്. വളരെ ഹ്രസ്വമായ ഒരു സമയം, ഏകദേശം 1 മാസവും 10 ദിവസവുമാണ് നമ്മുടെ ഈ സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയ ഒരു സമയപരിധി. ആ സമയപരിധിക്കുള്ളിൽ നമ്മുടെ ഈ 12 ശാഖകളെ ഏകോപിച്ചുകൊണ്ട് സ്വാഗത സംഘത്തിന്റെ വിവിധ വിഭാഗങ്ങൾ വളരെ സമയോചിതമായി കൊണ്ട് നമ്മൾ ഇടപെടുകയും ഓരോ വിങ്ങും അതിൻ്റെതായ കർത്തവ്യം നിർവഹിച്ചപ്പോ വലിയ നമ്മളെ പ്രബോധന ദൗത്യമാണ് നിർവഹിക്കപ്പെട്ടത്. 2 ദിവസം മുമ്പ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള ഏകദേശം 700ഓളം വീടുകളിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, വിദ്യാർത്ഥികളും യുവാക്കളും നമ്മുടെ ഈ ദേവാസ് കോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ലഘുലേഖയും നമ്മുടെ ക്ഷണക്കത്തും ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി അത് നൽകുകയുണ്ടായി. ഇന്നലെ രാവിലെ വൈലത്തൂരിൽ നിന്നും ആരംഭിച്ച നമ്മുടെ പ്രചരണ വാഹനം താനാളൂർ അങ്ങാടിയിൽ 12 ശാഖകളിൽ മുഴുവൻ പ്രദേശങ്ങളിലും കറങ്ങിക്കൊണ്ട് വൈകുന്നേരം അതിന്റെ ഉദ്ഘാടനം അങ്ങാടിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അതുപോലെ ഓരോ ശാഖയിലും ദേവാസ് കോഡുകൾ നടത്തിക്കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ദൗത്യം സന്ദേശം നമ്മൾ അറിയിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഈ ചെയ്തതും ഈ പ്രവർത്തിച്ചതും ഇതിന്റെ പിന്നിൽ അണിനിരന്നതും ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച് കൂട്ടിയത് ഈ ലോകത്ത് ഇതുകൊണ്ട് വല്ല നേട്ടമുണ്ടാകും എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനം, അതാണ് ലോകത്ത് മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ പ്രവർത്തനം എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ അടുത്ത ദിവസം വൈലത്തൂർ അങ്ങാടിയിൽ ഒരുപാട് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനത്തിന്റെ പോസ്റ്ററിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് CM മടവൂരിലേക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ് CM മടവൂരിലേക്ക്? ജനങ്ങളെ ക്ഷണിക്കുന്നത് CM മടവൂരിന്റെ കറാമത്തുകളിലേക്ക്, അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ പ്രവർത്തനങ്ങളിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് വൈവിധ്യമാർന്ന ജനങ്ങൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോ നമ്മളെയും ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, സൽക്കർമ്മം ചെയ്യുന്നവനേക്കാൾ ഞാനൊരു മുസ്ലിമാണ് എന്ന് അതെന്റെ ജീവിതത്തിലൂടെ, എന്റെ കുടുംബത്തിലൂടെ, എന്റെ സംസാരത്തിലൂടെ, എന്റെ ഇടപാടുകളിലൂടെ, എന്റെ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ, എന്റെ സാമ്പത്തിക ഇടപാടുകളിലൂടെ വാനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരെക്കാൾ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്ത, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ അത് അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന സമിതിയുടെ
ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അല്ലാഹുവിനെ രംഗത്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതിശക്തമായ ചൂടുള്ള സമയമാണ്. നമ്മുടെ വീടുകളിൽ ശീതീകരിച്ച റൂമുകളുള്ള ആളുകളാണ് ഈ നല്ല ചൂടിൽ ഇവിടെ വന്നുകൊണ്ട് മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനോടും ഈ ആദർശത്തോടും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്ത് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹവുമാണ് നമ്മെ ഇതിന് പ്രവർത്തിച്ചത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ സമയം പറയാനുള്ളത്. ഈ പൊതുസമ്മേളനം ഒരു വലിയ സമ്മേളനമാക്കിക്കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ സഹോദരിമാർ അവരുടെ സമ്മേളനം കഴിഞ്ഞ് താഴെ പോയി അവർ ചായ കുടിച്ച് അവിടെ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരാൻ ഒരല്പം സമയം വൈകിയത് കൊണ്ടാണ് നമ്മുടെ സദസ്സ് ഇത്രയും സമയം കുറച്ച് ആളുകളുടെ കുറവ് നമുക്ക് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാം ധന്യമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കർമ്മത്തിൽ കൊടുക്കുക. ഇതിൽ 2 പ്രസംഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ സാഹിബിന്റെ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന്റെ പ്രഭാഷണം, അതുപോലെ നമ്മുടെ ISMന്റെ സംസ്ഥാന പ്രസിഡന്റായ നമ്മുടെ ഷെരീഫ് മേലേതിൽ എന്ന ബഹുമാന്യ പണ്ഡിതന്റെ പ്രഭാഷണം, അതോടുകൂടി SSLC ഈ വർഷം ഈ ഫുൾ A+ കിട്ടിയ നമ്മുടെ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. 2 പേർക്ക് നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചുകൊണ്ട് അവിടെ അവർക്കുള്ള അവാർഡ് നൽകുകയുണ്ടായി. ഇവിടെ 5 പേർക്ക് നൽകാനുണ്ട്. ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശേഷം അവർക്കുള്ള ഉപഹാരം ഇവിടെ KNM സമ്മേളനത്തിൽ ഉപഹാരം നൽകുന്നതാണ്. ഞാൻ നിർത്തുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിനെ മുജാഹിദ് താനാളൂർ മണ്ഡലം സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നവോത്ഥാനം പ്രവാചക മാതൃക KNM താനാളൂർ മുജാഹിദ് സമ്മേളനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിനെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഓഡിറ്റോറിയത്തിന്റെ താഴെയുള്ള എല്ലാ സമ്മേളന പ്രതിനിധികളും എത്രയും പെട്ടെന്ന് മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. വോളണ്ടിയേഴ്സ് പ്രത്യേകം നിർദ്ദേശം നൽകണമെന്ന് അറിയിക്കുന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നദവത്തുൽ മുജാഹിദീൻ ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തെ നേതാക്കളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ KNM മണ്ഡലം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഒരു പ്രമേയത്തിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സമ്മേളനങ്ങളിലെല്ലാം നാം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയങ്ങൾ, മുദ്രാവാക്യങ്ങൾ അതത് കാലത്ത് ഏറെ പ്രസക്തമായ വിഷയങ്ങളാണ് ഉണ്ടാവാറുള്ളത്. നവോത്ഥാനം നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. കേരളത്തിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളമായി സംഘടിതമായ വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ നവോത്ഥാന സംരംഭം നടന്നു വരുന്നു. മൊത്തം കേരളത്തിൽ നവോത്ഥാനം സാധ്യമായിട്ടും 100 വർഷത്തോളമാണ് സമയമായത്. കേരളത്തിൻ്റെ നവോത്ഥാന നായകരെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ചരിത്രകാരന്മാരും പറയാറുള്ളത് ശ്രീ നാരായണ ഗുരുവിൻ്റെയും വക്കം മൗലവിയുടെയും അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും KM മൗലവി സാഹിബിൻ്റെയും ഒക്കെ നാമങ്ങളാണ്.
എന്തുകൊണ്ടാണ് ഈ മഹാന്മാരായ ആളുകൾ എന്നും അനുസ്മരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തെ ഇന്നത്തെ ഒരു ഉത്ബുദ്ധ സമൂഹമാക്കി മാറ്റിയതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നതുകൊണ്ടാണ്. ലോകം മുന്നോട്ട് പോവുകയാണ്, വിജ്ഞാനം വർദ്ധിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ ചിന്തയും ധാരാളമായി പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നതിനേക്കാളേറെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി, ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി, മതപരമായ പ്രമാണങ്ങൾ അറിയുന്നതിന് വേണ്ടി എല്ലാമുള്ള സാധ്യതകൾ ഇന്ന് കൂടുതലായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് മതപരമായ വിഷയങ്ങൾ അറിയുവാനും പറഞ്ഞു കൊടുക്കുവാനും ഈ നവോത്ഥാന സംരംഭം ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന കാലത്ത്, മാറുന്ന സമൂഹങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ വന്നുകൂടുമ്പോൾ അവർക്ക് പുതിയ സംശയങ്ങൾ ഉണ്ടാകും. പുതിയ സംശയങ്ങൾക്ക് പുതിയ ഉത്തരങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളെ മതമായി അവതരിപ്പിച്ചാൽ അതിൻ്റെ ഫലമായി ഉണ്ടാവുക ചിന്തിക്കുവാൻ കഴിയുന്ന ബുദ്ധിയുള്ള നമ്മുടെ പുതിയ തലമുറ ഇതാണ് മതമെങ്കിൽ ആ മതം തന്നെ വേണ്ട എന്ന് വെക്കലായിരിക്കും. ഇപ്പോൾ കുറെ പുരോഹിതന്മാർ, യാഥാസ്ഥിതിക പുരോഹിതന്മാർ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ കാര്യങ്ങളാണ്, മതപരമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. പഴയ കാലത്തെ പോലെയല്ല. പണ്ടൊക്കെ ഒരാശയം സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ വേദികൾ ഉണ്ടാക്കണം, ആളെ ക്ഷണിക്കണം, സ്റ്റേജ് വേണം, ഉച്ചഭാഷിണി വേണം, പലതും വേണം. ഇന്ന് അത് ഏതൊരാൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അയാളുടെ ഫേസ്ബുക്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആർക്കും എപ്പോഴും ഈ രംഗത്ത് കടന്നു വരാം. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം എന്താണെന്ന് വെച്ചാൽ, അബദ്ധങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ, മതത്തിൽ യാതൊരു പിൻബലവുമില്ലാത്ത സംഗതികൾ മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അതൊരു വലിയ ദുരന്തമാണ്. ഈ രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലജ്ജ തോന്നുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നവോത്ഥാനത്തെ കുറിച്ച് പറയുകയാണ്. ഒരു രണ്ടാം നവോത്ഥാന വിപ്ലവം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. എന്താ കാര്യം എന്നല്ലേ? നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താ? ഇസ്ലാമിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുമാണ്. ഖുർആനും തിരുസുന്നത്തുമാണ്. ഇതല്ലാത്ത മറ്റ് യാതൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. അതിന് അനുകൂലമായി, അനുബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞതും വിശദീകരിച്ചതും വ്യാഖ്യാനിച്ചതും കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്നു എന്ന് മാത്രം. ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയിൽ നിന്ന് മാറിയാൽ ആളുകൾ പിന്നെ എവിടെ എത്തിച്ചേരും? എവിടെയും എത്തിച്ചേരും. ഇപ്പൊ അടുത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു മാസത്തിന് ഇപ്പുറമാണല്ലോ, ഒരു മുസ്ലിം സ്ത്രീ ഗർഭിണി 5ാമത്തെ പ്രസവത്തിന് പരിചരണം കിട്ടാതെ മരിച്ചുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. അങ്ങനെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടതില്ല എന്ന് അവരുടെ ഭർത്താവ്, ഒരു മതപുരോഹിതൻ, മതപ്രഭാഷകൻ, അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഈ പാവം മരിച്ചുപോയി. മരിച്ചുപോയപ്പോഴേ ബോധപൂർവമല്ലാത്ത കൊലക്കുറ്റത്തിന് കേസെടുത്തു പോലീസ്. നമ്മുടെ ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല കേസ് വേണ്ടത്, ബോധപൂർവമുള്ള കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കാരണം ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവരിത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ചർച്ചകൾ വരുന്നു, ചാനൽ ചർച്ചകൾ. അതിൽ മതവിരോധികളായ ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു പാവം മുസ്ലിം പണ്ഡിതൻ, അവരിരുന്ന് ചർച്ച നടത്തുകയാണ്. ലോകം മുഴുവൻ കാണുകയാണ്. ഇതാണില്ലേ മതം, ഇതാണില്ലേ ഇസ്ലാമിൻ്റെതായ രീതി എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഏത് കാര്യത്തിനും ചികിത്സ ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സമ്മർദ്ദമുണ്ടാകുന്ന, ഏറെ പ്രയാസമുണ്ടാകുന്ന ഗർഭകാലവും പ്രസവ സമയവും ഒക്കെ കൂടുതൽ പരിരക്ഷ ആവശ്യമുള്ള സമയമാണ്. രോഗത്തിന് ചികിത്സ ആവശ്യമാണ്.
ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ മാത്രം, അത് തന്നെയും അള്ളാഹുവിനോടല്ലാത്ത പ്രാർത്ഥനകൾ, പിന്നെ മന്ത്രവാദങ്ങൾ, ഹോമങ്ങൾ, അങ്ങനെ പോവുകയാണ്. ഇവിടെ നമ്മുടെ ദൗത്യം ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. ഇതൊന്നും ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ കണക്കിൽ ഇതൊന്നും എഴുതി ചേർക്കേണ്ടതില്ല. ഇസ്ലാം പഠിപ്പിച്ചത് ബുദ്ധിപരമായി ആലോചിക്കണമെന്നാണ്, ശാസ്ത്രീയമായി ചിന്തിക്കണമെന്നാണ്, മതത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. രോഗം വന്നാൽ യാ അയ്യുഹന്നാസ് തദാവൂ, ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുകയും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചികിത്സിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന, ഏറ്റവും നല്ല വൈദ്യശാസ്ത്രം അറിയുന്ന ആളുകളെ ബന്ധപ്പെട്ട് ചികിത്സ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചികിത്സിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അസുഖം വന്നപ്പോൾ പല പ്രദേശങ്ങളിൽ നിന്നും ചികിത്സകന്മാർ മദീനയിലേക്ക് വന്നിരുന്നു. അവരെഴുതി കൊടുക്കുന്ന കുറിപ്പടികൾ നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരുന്ന് തയ്യാറാക്കി കൊടുത്തിരുന്നു. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. എന്നിട്ട് പറയുകയാണ് നമ്മൾ യാതൊരു ചികിത്സയും വേണ്ട. ഇതിന് അതിശക്തമായി അതിനെതിരിൽ നാം രംഗത്ത് വന്നപ്പോൾ അവരുടെ ചില പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ വീണ്ടും ജീവൻ വെക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഇവിടെ അടുത്തുള്ള പകര ഉസ്താദ്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് ആന പ്രസവിക്കുന്നത് ആശുപത്രിയിൽ പോയിട്ടാണ്. ആന പ്രസവിക്കുന്നത് അതാണോ നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ സ്ത്രീകൾക്ക് പ്രയാസമില്ലാതെ ആശ്വാസം നൽകുന്ന പ്രസവം സാധിക്കാനല്ലേ നോക്കേണ്ടത്? ആന പ്രസവിക്കാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? ഓരോ ജീവികൾക്ക് ഓരോ പ്രകൃതിയല്ലേ. മറ്റൊരാൾ പറഞ്ഞു, ഒരു കുഞ്ഞ് വയറ്റില് 4 കൊല്ലം വരെ വയറ്റിൽ കിടക്കും, എന്നിട്ടും പ്രസവിച്ചില്ലെങ്കിൽ മതി എന്തെങ്കിലും നോക്കാനാണ്. മണ്ടത്തരമല്ലേ പറയുന്നത്? അങ്ങനെ ഒരു ശാസ്ത്രത്തിലുണ്ടോ? അങ്ങനെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടോ? ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ഒന്നുമില്ല. അത് വിഷയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇന്ന കിതാബില് ഇന്ന ആലിമ് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന്. കിതാബിലുണ്ടാവും. കിതാബ് എന്ന് പറഞ്ഞാല് അറബിയിൽ എഴുതി വെച്ച പുസ്തകത്തിന് പറയുന്ന പേരാണ് കിതാബ് എന്ന്. ആ കിതാബിന്റെ കൂട്ടത്തിൽ സിനിമാ ഗാനങ്ങൾ ഉണ്ടാകും, നോവലുകൾ ഉണ്ടാവും, ഇത്തരം സാധനങ്ങൾ ഉണ്ടാവും, പല മതഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അള്ളാഹു ഇറക്കിയ കിതാബിലുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതും അതേ നമുക്ക് കിതാബായി അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഈ മാതിരി അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് മതമല്ല എന്ന് നമ്മൾ പറഞ്ഞേ മതിയാവും. കാസർഗോട്ട് ഒരു ജിന്നുമ്മ വന്നു. അത് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ 2 മാസമായിട്ടേ ഉള്ളൂ. എന്താ ജിന്നുമ്മ വന്നത്? എങ്ങനെയാ? ഒരു സ്ത്രീ, അവര് പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് ചില ഹാവഭാവങ്ങളൊക്കെ വന്നു. പിന്നെ ആളുകൾ വരാൻ തുടങ്ങി. കേരളത്തിൽ അറിയപ്പെടുന്ന ചില മുസ്ലിം പണ്ഡിതന്മാർ അവിടെ സ്ഥിരം സന്ദർശകരായിരുന്നു. അവരുടെ വീഡിയോ ഒക്കെ വന്നു. അവരടുത്ത് കാര്യങ്ങൾ പോയി പറഞ്ഞാൽ ആ ജിന്ന്, ശരീരത്തിൽ കയറിക്കൂടുന്ന ആ ജിന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും എന്നാണ്. അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ അത് ഇരട്ടിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏതാനും വർഷം കൊണ്ട് 500 പവൻ ആ ജിന്നുമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അവിടെ സ്വർണം, ജിന്നും വരുന്നില്ല, സ്വർണവും കിട്ടുന്നില്ല, കൊടുത്തവും കിട്ടുന്നില്ല. അവസാനം അത് സംസാരിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഇവർ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. 3 വർഷം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാകുന്നത് അതൊരു കൊലപാതകമായിരുന്നു എന്ന്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് ഏറ്റവും വലിയ ശാസ്ത്രബോധമുള്ള ഒരു ലോകത്താണ്. ഈ ലോകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണം. ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ നിന്ന് ഉലമാ ആണെന്ന്. ഉലമാ, ആലിം എന്നതിന്റെ ബഹുവചനമാണ് ഉലമാ. വിവരമുള്ളവർ, ഇൽമ് വിവരം, അറിവ്, ആലിം വിവരമുള്ള ആള്, മുഅല്ലിം വിവരം നൽകുന്ന അധ്യാപകൻ, മുതഅല്ലിം അറിവ് ശേഖരിക്കുന്ന വിദ്യാർത്ഥി. അപ്പോ ആലിമ്, ഇൽമ്, മുഅല്ലിം, മുതഅല്ലിം എന്നൊക്കെ പറയുന്നത് അറിവിനെ സംബന്ധിച്ചാണ്. അപ്പൊ അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുക എന്നാണ് ഈ പറഞ്ഞത്. ആ ആയത്തിൽ ഏതറിവിനെ കുറിച്ചാ പറയാം? അപ്പൊ നമ്മൾ പറയാം അയാള് വലിയൊരു ആലിമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഖുർആനും അറബി ഭാഷയും ഒക്കെ പഠിച്ച ഒരാളാണെന്നാണ്.
നേരെ മറിച്ച് നമ്മളൊരു ഡോക്ടറെ കുറിച്ച് വലിയ ആലിമാണെന്ന് പറയലുണ്ടോ? അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കുറിച്ച് അയാൾ ഒരു വലിയ ആലിമാണെന്ന് പറയലുണ്ടോ? ഇല്ലല്ലോ. എന്താ പറയാത്തത്? അത് നമ്മുടെ ഇൽമിനെ കുറിച്ചുള്ള സമീപനത്തിൽ പറ്റിയ ഒരു അബദ്ധമാണ്. ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? ഇന്നമാ ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ എന്ന ആയത്ത് അതിന്റെ ആദ്യം മുതൽ ഓതിയാൽ മനസ്സിലാകും. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. നീ കണ്ടില്ലേ അല്ലാഹു തആല ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നത്? ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. എന്നിട്ട് അല്ലാഹു തആല വിവിധ നിറത്തിലുള്ള ഫലങ്ങളും പഴങ്ങളും ആ മഴവെള്ളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചു തന്നത് കണ്ടില്ലേ? ഭൂമിയിൽ പർവ്വതങ്ങളിൽ പല നിറത്തിലുള്ള സ്ഥലങ്ങളും വഴികളും ചുവന്നതും വെളുത്തതും കറുത്തതും ഒക്കെയായി നിറവ്യത്യാസത്തിൽ കണ്ടില്ലേ? കന്നുകാലികളിൽ മൃഗങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടില്ലേ എന്നാ പറയുന്നത്. എന്നിട്ട് പറയാണ് ഉലമാ ആണ് അള്ളാഹിനെ ഭയപ്പെടുക. ഏത് ആയാലും എങ്ങനെയാ മഴ പെയ്യുന്നത്, എങ്ങനെയാ മേഘം തണുക്കുന്നത്, എങ്ങനെയാണ് കാറ്റിൽ അത് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്, മഴ, അതൊരു വലിയ ശാസ്ത്രമാണ്. ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞല്ലോ, ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞല്ലോ, ഒട്ടകത്തെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞല്ലോ, എല്ലാറ്റിനെ കുറിച്ചും. അതുപോലെ തന്നെ സസ്യങ്ങൾ. ഒരു മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, ഒരൊറ്റ മഴ പെയ്താൽ പിറ്റേ ദിവസം നമ്മുടെ പ്രദേശങ്ങളിൽ നാട്ടിൽ എല്ലായിടത്തും അവിടെ പുല്ലും മറ്റ് സസ്യങ്ങളൊക്കെ മുളച്ചു വരും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അങ്ങനെയാവില്ല. അത് അള്ളാഹു കണക്കനുസരിച്ച് നൽകുന്നതാണ്. അതുപോലെ ഒരേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ, ഒരേ വളമിട്ട് കൊടുത്താൽ, ഒരേ സംരക്ഷണം നൽകിയാലും രണ്ട് തരം വിത്ത് കുഴിച്ചിട്ടാൽ രണ്ട് തരത്തിലുള്ള പഴങ്ങൾ ഉണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും. കയ്പുള്ളതും പുളിപ്പുള്ളതും മധുരമുള്ളതും ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ ഒരു വലിയ കഴിവാണത്. ഒരേ മരത്തിൽ തന്നെ പലതരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകും. പിന്നെ പറഞ്ഞത് ഈ ഭൂമിയിൽ കാണുന്ന വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ, നിറഭേദങ്ങളൊക്കെ നമ്മൾ ആരും ചെയ്തതല്ലല്ലോ. കന്നുകാലികളെ കുറിച്ചും പറഞ്ഞു. കന്നുകാലികൾ, കന്നുകാലികൾ ഖുർആനിൽ ഒരിടത്ത് ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നോക്കാൻ പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാമല്ലോ, മൃഗശാസ്ത്രം, വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് അവര് മൃഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ മൃഗത്തിന്റെയും ശരീരത്തെ കുറിച്ച്, ആന്തരിക അവയവങ്ങളെ കുറിച്ച്, അത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്, വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച്, പ്രത്യുൽപാദനം നടത്തുന്നതിനെ കുറിച്ച്. അതൊരു വലിയ ശാഖയായി മാറിയില്ല. അപ്പൊ ഏത് ശാസ്ത്രമായാലും ഏത് വിജ്ഞാനമായാലും അതിനെക്കുറിച്ച് പഠിച്ച് 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 മനുഷ്യൻ അവൻ വിനയത്തോടു കൂടി അള്ളാഹുവിലേക്ക് എത്തും. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഓരോ ദിവസവും നാം മനസ്സിലാക്കണം, ശാസ്ത്രലോകം എന്ന് പറയുന്നത് ഇപ്പൊ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ അവർ രാവും പകലും അവർ കണ്ണു തുറന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അത്ര അങ്ങോട്ടൊന്നും വേണ്ട. കാലാവസ്ഥാ ഗവേഷകം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇന്ന് ഇന്ന ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇടിവെട്ടാൻ സാധ്യതയുണ്ട്. ശാസ്ത്രലോകം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് വിജ്ഞാനമുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്ത വന്നാൽ പിന്നെ അന്വേഷിക്കും എങ്ങനെയുണ്ടായി. ഒരു കാലത്ത് യുക്തിവാദികൾ പറഞ്ഞിരുന്നത്, വാദപ്രയോഗം നടത്തിയിരുന്നത്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലേ, ഈ പ്രപഞ്ചം സ്വയംഭൂവാണോ അല്ല സൃഷ്ടിക്കപ്പെട്ടതാണോ. അവര് പറഞ്ഞു നോക്കി ഇത് സ്വയംഭൂ ആണ് എന്ന്, പക്ഷെ രക്ഷപ്പെട്ടില്ല. കാരണം ഇത്രയും കൃത്യവും ഇത്രയും ഭദ്രവും ഇത്രയും ശാസ്ത്രീയവുമായ ഒരു സംവിധാനം എല്ലാ ചെറിയ ഒരു സെല്ലിൽ പോലും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ഹൃദയം, ബ്രെയിൻ, അവന്റെ കിഡ്നി, അവന്റെ എല്ലാം നമ്മൾ നോക്കിയാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് രോഗം. അതിനെ നോർമലിലേക്ക് കൊണ്ടുവരലാണ് ചികിത്സ. മനുഷ്യന്, എല്ലാ ജീവികൾക്കും, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യം,
ആകാശവും ഭൂമിയും തമ്മിൽ, മരങ്ങളും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ, അതുപോലെ തന്നെ പർവ്വതങ്ങളും പ്രതലങ്ങളും തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്, ഒരു സൈക്ലിംഗ് ഉണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. അത് തകർത്താൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പരിസ്ഥിതിവാദികൾ അവർ വെറുതെ പറയുന്നതല്ല. കാട് നശിപ്പിച്ചാലുണ്ടാകുന്ന ദുരന്തം, ജലാശയങ്ങൾ തൂർത്ത് നശിപ്പിച്ചാലുണ്ടാകുന്ന ദുരന്തം, അതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ഈ സമന്വയം അല്ലെങ്കിൽ അതിന്റെ ബാലൻസ്, അതിന് ഉണ്ടാകുന്ന തകരാറുകൾ വലുതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായി ഇന്ന് മതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. യുക്തിവാദികൾ ദൈവനിഷേധം പഠിപ്പിച്ചു, യുക്തിവാദികൾ അധാർമികമായ ജീവിതം പഠിപ്പിച്ചു, കുടുംബ സംവിധാനം വേണ്ട എന്ന് പറഞ്ഞു, വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഹറാം ഹലാലില്ല, അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്ത അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാണ്, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാവുന്നതാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ ഉണ്ടായ അധാർമികതയും അക്രമങ്ങളും എല്ലാം നമ്മൾ കാണുന്നു. ഇന്നും മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട്ടിന്റെ ഒരു പരിപാടിയിൽ ആ പ്രദേശത്തുള്ള കുറെ ആളുകളെ വിളിച്ചു സംസാരിച്ചിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു രാവിലെ. അതിലും നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി, ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മറ്റേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൂടാ, അതെന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നവന് ലഹരി ഉപയോഗിച്ചുകൂടാ എന്ന് പറയണമെങ്കിൽ അതൊരു തിന്മയാണ് എന്ന് പറയാൻ സാധിക്കണം. എന്തുകൊണ്ടാ തിന്മയായത്, ആരാണ് തിന്മ എന്ന് പറഞ്ഞത്, നമുക്കതിന് മറുപടിയുണ്ട്. 2 ആഴ്ച മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ ലഹരി വ്യാപിക്കുകയും ലഹരി മൂലം ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുകയും കൊലപാതകങ്ങളും ആത്മഹത്യകളും ചാടിപ്പോകലുകളും എല്ലാം നടന്ന സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാർ അസംബ്ലിയിൽ ഇത് അവതരിപ്പിച്ചു. നമ്മൾ ലഹരിക്കെതിരെ ഒന്നിച്ചു നിൽക്കണം. ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒന്നിച്ച് അതിന് സപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങൾ അതിന്റെ കൂടെ നിന്നു. എക്സൈസ് വകുപ്പും പോലീസും ജാഗ്രതയിൽ വന്നു. അത് അങ്ങ് നീങ്ങിയ ശേഷം മുഖ്യമന്ത്രി സമുദായ നേതാക്കളുടെ യോഗം വിളിച്ചു. ഓൺലൈനായി 60ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. അന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ, ഗവൺമെന്റ് വളരെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, ലഹരിക്കെതിരെ സജീവമാണ്. ഇനി മതരംഗത്തുള്ള ആളുകൾ, സമുദായ നേതാക്കൾ, നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, മതപാഠശാലകൾ, മദ്രസകൾ, സൺഡേ സ്കൂളുകൾ തുടങ്ങിയവയിലൊക്കെ ലഹരിക്കെതിരെയുള്ള ഉത്ബോധനം ഉണ്ടാവണം എന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത് പറയുന്നതിന്റെ 1 മാസം മുമ്പ്, കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നമ്മുടെ KNMന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന 1000-ലധികം ഈദ്ഗാഹുകളിൽ, അതുപോലെ പെരുന്നാൾ നമസ്കാരം നടന്ന പള്ളികളിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളും എപ്പോഴും കാലത്തിനാവശ്യമായിരിക്കും എന്ന്. അതിനും പുറമെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, മദ്രസ പുസ്തകങ്ങളിൽ, ജുമാ ഖുത്ബകളിലൊക്കെ ലഹരിക്കെതിരെ നമ്മൾ വ്യാപകമായി പ്രചരണം നടത്തുന്നു. ഇതിലുള്ള ഒരു സങ്കടം എന്താണെന്നറിയാം. ഇതിലുള്ള ഒരു സങ്കടം, നമ്മോട് മദ്രസകളിൽ ലഹരിക്കെതിരെ നിങ്ങൾ ബോധനം നൽകണമെന്ന് പറയുന്ന സർക്കാർ തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങളിൽ ലഹരിക്കെതിരെ ഒന്നുമില്ല. മാത്രവുമല്ല, ലഹരി എന്നതിന് രാസലഹരിക്കെതിരിലാണ് സർക്കാരിനാണ്. എന്നാൽ അത് ദ്രാവകമായി കുടിക്കുന്ന ലഹരിക്കോ, മദ്യം, വിദേശ മദ്യം, ആ മാതിരി സാധനങ്ങൾക്ക് യാതൊരു വിലക്കുമില്ല എന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ കൂടുതൽ അത് വ്യാപകമാക്കുന്നു. പുതിയ ഷോപ്പുകൾ തുറക്കുന്നു. ആരാധനാലയങ്ങളുടെയും അതുപോലെ വിദ്യാലയങ്ങളുടെയും അടുത്ത് ഷോപ്പിന് 200-400 മീറ്റർ അകലം വേണം വിദേശ മദ്യ ഷോപ്പിനും എന്നത് കുറച്ചു കൊണ്ടുവരുന്നു. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു മദ്യപിക്കാൻ പറ്റുന്ന വിധം മദ്യഷോപ്പുകൾ പരിഷ്കരിക്കുമെന്ന് പറയുന്നു. IT പാർക്കുകളിൽ മദ്യം ലഭ്യമാക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് പറയുന്നു ലഹരിക്കെതിരെ സജീവമാവണം. ആവട്ടെ, അതെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന്. ആ ലഹരിക്ക്, രാസലഹരിയാണെങ്കിൽ രാസലഹരി, അതിന്റെ മുമ്പിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അതിനെതിരിൽ പ്രവർത്തിക്കാൻ നമ്മളുണ്ട് എന്ന് നമ്മൾ വാക്ക് കൊടുക്കുകയുണ്ടായി. ഇവിടെ ഇന്ന് ചിന്തയുടെ ലോകം,
ആലോചനയുടെ ലോകം, പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ലോകം. ഈ ലോകത്ത് നിലനിൽക്കാൻ അർഹതയുള്ള ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയണം. കാരണം അന്ധവിശ്വാസങ്ങളെ മതത്തിന്റെ ലേബലിലാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് പോലും അന്ധവിശ്വാസങ്ങളെ നിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. കാരണം മതസ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ മതമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ അത് അന്ധവിശ്വാസങ്ങളായാലും അതിന് സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥ സർക്കാരിന് ഉണ്ടാകുന്നു. അപ്പൊ ഈ നവോത്ഥാന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ മാത്രമേയുള്ളൂ ഈ ദൗത്യം നിർവഹിക്കാൻ എന്ന് നാം അറിയണം. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് ഇന്ന് മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിലാണ് ചൂഷണം. ആ ചൂഷണം നടത്തുന്നത് പടച്ചവനും മനുഷ്യർക്കും ഇടയിൽ പ്രത്യക്ഷപ്പെട്ട ഇടയാളന്മാരാണ്. ഇടയാളന്മാർ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളോട് പറയുക, അതിന് ഇന്ന ഇന്ന ആവശ്യത്തിന് ഇത്ര രൂപ കാണിക്കയായും നേർച്ചയായും നൽകുക. പാവപ്പെട്ട മനുഷ്യർ, അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഇത്തരം പുരോഹിതന്മാർ, ദിവ്യന്മാർ, ഔലിയാക്കന്മാർ, സിദ്ധന്മാർ, ആൾ ദൈവങ്ങൾ എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവര് വിവരം കുറഞ്ഞ മനുഷ്യരെ അവരുടെ പ്രയാസങ്ങളുള്ള സമയത്താണ് ചൂഷണം ചെയ്യുന്നത്. രോഗമുണ്ടാകുമ്പോൾ, സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പരാജയമുണ്ടാകുമ്പോൾ, അവിചാരിതമായി മരണം സംഭവിക്കുമ്പോഴൊക്കെ ഇവർ രംഗത്ത് വരും. എന്നിട്ട് ആശ്വസിപ്പിക്കുന്നത്, മരിച്ചുപോയ ആൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഇത്ര പണം. നഷ്ടം സംഭവിക്കുന്ന ആൾക്ക് ബിസിനസ്സിലും മറ്റും അതിന് കൂടുതൽ വളർച്ച ഉണ്ടാക്കി തീർക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം, അതിന് ഇത്ര പണം. രോഗം മാറാൻ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളും അതൊക്കെ ഇന്ന സ്ഥലത്ത് വന്ന് ചെയ്യാം, അതിന് ഇത്ര പണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിന്റെ വചനം, കലിമത്തു തൗഹീദ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടികളിൽ എന്നും തൗഹീദ് ഒരു പ്രധാന വിഷയമാണ്. മതപ്രഭാഷണ പരിപാടികളിൽ, സെമിനാറുകളിൽ, ക്യാമ്പയിനുകളിൽ നമ്മളൊക്കെ തൗഹീദ് തൗഹീദ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ മനുഷ്യർ വിജയിക്കാൻ, ഇവരെ രക്ഷപ്പെടുത്താനുള്ള വഴി അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രവർത്തകർക്ക് അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ലേ? അവർക്ക് രോഗം വരുന്നില്ലേ? അവർക്ക് മരണങ്ങൾ സംഭവിക്കുന്നില്ലേ? പലതും ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചാഞ്ചല്യം ഉണ്ടായിട്ടില്ലല്ലോ. ആ പുരോഹിതനെ കാണാം, ഈ ജാറത്തിലേക്ക് പോകാം, ആ ദിവ്യനെ വിളിക്കാം എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ, ചെയ്യുന്നുമില്ലല്ലോ. എന്താ കാരണം? നമ്മുടെ വിശ്വാസം രൂഢമൂലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹുവാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ചെയ്യലാണ് ഇബാദത്ത്. വളരെ വ്യക്തമാണല്ലോ. നമുക്ക് ദോഷങ്ങൾ മാറിക്കിട്ടാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇങ്ങനെ കൃത്യവും ഋജുവുമായ, നേർക്കുനേരെയുള്ള, ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഈ സന്ദേശമാണ് നമ്മുടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ഈ പ്രചാരണം ഈ ക്യാമ്പയിനോടുകൂടി, ഈ മണ്ഡലം സമ്മേളനങ്ങളോടുകൂടി സജീവമായപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മുടെ എല്ലാ ഘടകങ്ങളും സജീവമായി എന്നതാണ്. ഈ സമ്മേളനങ്ങളിൽ പകുതിയോളം, ഒരുപക്ഷെ പകുതിയിലേറെ സഹോദരിമാരാണ്. അവർ സജീവമായതിന്റെ അടയാളമാണത്. അവർ ഇതിൽ മാത്രമല്ല, ഞാൻ പല സ്ഥലത്തും ഇപ്പൊ ഈ പരിപാടികൾക്ക് പോകുമ്പോ ഇങ്ങനെ അവാർഡ് കൊടുക്കും. ഈ അവാർഡ് കൊടുക്കുന്നത് ഖുർആൻ മത്സരങ്ങൾ, വെളിച്ചം പരീക്ഷ, അതുപോലെ ഖുർആൻ മുസാബക്ക, എന്തെല്ലാം, അതിലൊക്കെ തന്നെയും 1, 2, 3 സമ്മാനങ്ങൾ, 4 സമ്മാനങ്ങൾ സഹോദരിമാർക്ക് കിട്ടുന്ന മനോഹരമായ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ട്. അവർ സജീവമായതിന് അടയാളമാണ്. നമ്മുടെ സഹോദരിമാർ, സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് വിംഗ് കുട്ടികൾ, അവരും വളരെ സജീവമാണ്. ISM ഇപ്പോഴേ ലഹരിക്കെതിരെ വ്യാപകമായി 100 സ്ഥലങ്ങളിൽ
വിദ്യാലയങ്ങളിൽ വലിയ പരിപാടി നടത്താൻ പോവുകയാണ്. അത് സന്തോഷകരമായ ഒരു ഉണർവാണ്. ഈ 18-ാം തീയതി ISM-ന്റെ കീഴിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് വെളിച്ചം സംഗമം, ആയിരക്കണക്കിന് 5000-മോ അതിലധികമോ ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. MSM നമ്മുടെ കുട്ടികളെ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഈ വെക്കേഷൻ കാലത്ത് മോറൽ ക്ലാസുകളിലൂടെ, ക്യാമ്പുകളിലൂടെ, ക്യാമ്പയിനുകളിലൂടെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേൾസ് സ്റ്റുഡൻസ് വിങ്ങും വളരെ സജീവമായി എല്ലാത്തിനും മത നേതൃത്വം നൽകിക്കൊണ്ട് ജമിയത്തുൽ ഉലമ ഇതിനെ നയിക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നത് വലിയ ഒരു നിയമത്താണ്. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും നമ്മുടെ ഇണകളും എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒത്തുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനം ഉണ്ടാകും. മനസ്സമാധാനമാണല്ലോ വലുത്. അള്ളാഹുവിന്റെ വിജയമുണ്ടാകും. നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. നമ്മൾ മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ നമ്മൾ ഒരിക്കലും വ്യാകുലരാവേണ്ട. നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നോ അത് ചെയ്യുക, അത്രേ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ആരോടും ഒരു വിദ്വേഷവും വേണ്ട. ആരെയും എതിർത്ത് മുന്നോട്ട് പോകാനല്ല, ഞങ്ങളാണ് മെച്ചം എന്ന് പറയാനുമല്ല. ആര് എന്ത് എത്ര ചെയ്യുന്നോ ചെയ്തോട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം മനുഷ്യർക്കുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നാം നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവോത്ഥാനം പ്രവാചക മാതൃക KNM താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂരിന് കൃതജ്ഞത അറിയിക്കുന്നു. വേദിയിൽ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികളെ സമ്മേളനം ആദരിക്കുന്നു. സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുന്നത് ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ മടവൂരിനെയും ക്ഷണിക്കുകയാണ്. അർഷ റിയാസ് പെരിഞ്ചേരി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ SSLC പരീക്ഷയിൽ ഫുൾ വിഷയങ്ങളിലും A+ വാങ്ങിയ അർഷ റിയാസ് പെരിഞ്ചേരി അവാർഡ് നൽകുന്നത് KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ. അടുത്തതായി ഫാത്തിമ സനിയ പെരിഞ്ചേരി. ഫാത്തിമ സനിയ പെരിഞ്ചേരി. ഷദ ഷമ്മ താനാളോ. ഷദ ഷമ്മ താനാളോ. ജിസ മാടമ്പാട് താനാളോ. ജിസ മാടമ്പാട്. മിസ്ബ മാടമ്പാട് താനാളോ. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ സമ്മേളനം ആദരിക്കുക. വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ചുരുങ്ങിയ വാക്കുകളിൽ ഭാവുക ഭാഷണത്തിന് വേണ്ടി KNM ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്ററെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, ഈ ചെയർമാൻ, സ്വാഗത സംഘം, NK സിദ്ദീഖ് അൻസാരി, ബഹുമാന്യനായ ഉദ്ഘാടകൻ ഡോക്ടർ ഹുസൈൻ മടവൂർ, KNM വൈസ് പ്രസിഡന്റ്, വേദിയിലെ സമാദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായ സംസാരത്തിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. താനാളൂർ പ്രദേശം നവോത്ഥാനത്തിൻ്റെ
ഏറ്റവും ശ്രദ്ധാർഹമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കേന്ദ്രമാണ്. ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ പോറ്റില്ലവും ഈറ്റില്ലവും എന്നറിയപ്പെടുന്ന താനാളൂരിൽ നിന്നുകൊണ്ട് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്നിരുന്നാലും കേരള ഹിന്ദുത്വ മുജാഹിദീൻ സംസ്ഥാനത്തുടനീളം മണ്ഡലം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ നവോത്ഥാനത്തെ സംസ്കരിച്ചുകൊണ്ട് തങ്ങളാണ് നവോത്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പികൾ എന്ന് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രചാരകന്മാര്, യാഥാസ്ഥികന്മാര്, അവരെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ നായകന്മാർ നമ്മളാണ്. സയ്യിദ് സനാഉല്ലാ മഖ്ദി തങ്ങൾ മുതൽ താനാടൂരിലെ കുഞ്ഞഹമ്മദും മൗലവി വരെയുള്ള എല്ലാ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ നവോത്ഥാനത്തിന്റെ നായകന്മാരാണെന്ന് നമുക്കൊക്കെ അറിയാം. അവരൊക്കെ ചെയ്ത നവോത്ഥാന പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ആ നവോത്ഥാന സംരംഭങ്ങൾ പുതുതലമുറക്ക് കൈമാറിക്കൊടുക്കുക, അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ക്ഷണിച്ചതിന് സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഒരു കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. 17-ാം തീയതി ശനിയാഴ്ച കേരള നേതൃത്വ മുജാഹിദിന്റെ ആഭിമുഖ്യത്തിൽ വഖഫ് ഭേദഗതി നിയമം എന്ന ശീർഷകത്തിൽ ഒരു മസ്ജിദ് കോൺഫറൻസ് നമ്മൾ ചെമ്മാട് വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ പരിപാടിയിൽ സംബന്ധിക്കുവാൻ കേരള ഹിന്ദുത്വ മുജാഹിദിന്റെയും ISMന്റെയും MSMന്റെയും ജില്ലാ മണ്ഡലം ശാഖാ ഭാരവാഹികളെ ആർദ്രമായി ക്ഷണിക്കുകയാണ്. അങ്ങോട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുക്കണം. നമുക്ക് പ്രത്യേകമായി കിട്ടിയിട്ടുള്ള ഒരു അതിഥി അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP അവർകളാണ്. നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാന്യദേഹം എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ വഖഫിനെ സംബന്ധിച്ച് പറയുവാനുണ്ട്. അതുപോലെ വഖഫ് ബോർഡിന്റെ സ്ഥിരം മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സാഹിബും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷയങ്ങൾ കേൾക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും നമുക്കുള്ള ചോദ്യങ്ങൾ അതിനുള്ള മറുപടികൾ ലഭിക്കുവാനും നിങ്ങളെല്ലാവരും ശ്രോതാക്കളായി ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ഭാവുക ഭാഷണത്തിന് വേണ്ടി PC കുഞ്ഞു മുഹമ്മദ് മാസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേറെ ബഹുമാനമുള്ള പ്രസിഡന്റിലെ അംഗങ്ങളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനിതനായ സിദ്ദീഖ് അൻസാരി, ജില്ലാ KNMന്റെ പ്രസിഡന്റ് കുഞ്ഞിപ്പ മാസ്റ്റർ തൊട്ട് KNMന്റെ ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദി സാഹിബ്, ജില്ലാ സെക്രട്ടറി ഫൈസൽ ബാബു സലഫി തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മുടെ ഷെരീഫ് മേലേദി സാഹിബിൻ്റെ പ്രഭാഷണം ഇനിയും ബാക്കിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരിപാടി 6 മണിയോടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും സംഘാടകരിൽ നിന്ന് അറിഞ്ഞു. ഏതായാലും ഒറ്റ കാര്യം മാത്രം, ഇത് വളരെ സുസംഘടിതമായി മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മണ്ഡലം സമ്മേളനമാണ്, അതിൽ സംശയമില്ല. ഞാനിതിൻ്റെ ഒരു മാസക്കാലം ഇതിൻ്റെ പ്രചാര പരിപാടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പ്രചാരം വേണ്ടത്ര കിട്ടിയിട്ടുണ്ട്. അതിന് കാരണക്കാരനായ നമ്മുടെ ജില്ലാ സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വം കൂടിയുള്ള ഉബൈദുള്ള മദനി താനാളൂർ, അദ്ദേഹം അതിന് മെനക്കെട്ട് വേണ്ട രീതികളിലൊക്കെ വേണ്ട രീതിയിൽ പ്രചാരണം കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹാളും ഇതിൻ്റെ പരിസരമൊക്കെ നിറഞ്ഞു കവിഞ്ഞു. ഇപ്പം കുറച്ച് ആളുകൾ കുറഞ്ഞപ്പോൾ സംഘാടകർക്ക് വലിയ ആകുലതയും അധ്യക്ഷനും പറയുന്നുണ്ട്, സ്വാഗതം പറഞ്ഞവനും പറയുന്നുണ്ട്, പിന്നെ അനൗൺസ് ചെയ്യുന്ന അബ്ദുസ്സലാം അൻസാരിയും പറയുന്നുണ്ട് ആളുകൾ അവിടെ ഇവിടെ എന്നൊക്കെ. അത് സ്വാഭാവികമാണ്. 8 മണിക്കൂറിലേറെയായി ഇരിക്കുന്നു. രാവിലെ 9:30 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മനുഷ്യന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ഇത്രയും നേരം ഇരുന്നവർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. മനസ്സിലാക്കുക. പിന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടാ? ദീൻ പഠിക്കാനും ഈ വിഷയം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഞാൻ ഉണ്ടാകണം എന്നുള്ള താല്പര്യവുമാണ് നിങ്ങളെ അവരെ ഇവിടെ ഇങ്ങനെ ഇത്ര നേരം പിടിച്ചിരുത്തുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം, അതുമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ പുത്തനത്താണിയിൽ നമ്മൾ ഒരുക്കുന്ന
ഒരു സാധു അതീവ ഗുരുതരമായ രോഗികൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള പാലിയേറ്റീവ് ഹോസ്പിറ്റലും അവിടെ വരാൻ പോകുന്ന ഡയാലിസിസ് സെന്ററും അത് പരിചയപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഇല്ല. താനാളൂർകാർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും വാഗ്ദത്തം ചെയ്തവരുണ്ട്, അതിലേക്ക് സംഭാവനകൾ തരാൻ ബാക്കിയുള്ളവരുണ്ട്, ഇനിയും വാഗ്ദത്തം ചെയ്യേണ്ടവരുണ്ട്. ഇൻഷാ അള്ളാഹു അനുഗ്രഹം ഉണ്ടായാൽ 6 മാസത്തിനകം ആ പ്രൊജക്റ്റ് നമ്മൾ സാധു ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ സഹായം ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മുടെ ദഅ്വാ കേന്ദ്രത്തിന് KNM-നും ISM-നും MSM-നും MGM-നും ഒരു ആസ്ഥാന കേന്ദ്രം കൂടി അതോടൊപ്പം നമ്മൾ പണിയുകയാണ്. ഒപ്പം ഒരു ചെറിയ മസ്ജിദും ഒരു സമുച്ചയം എല്ലാം കൂടി ചേർന്ന ആ വിഷയം പൂർത്തിയാക്കുന്നതിന്, പദ്ധതി പൂർത്തിയാക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായവും ശാരീരികമായ അധ്വാനം ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടും ഈ പരിപാടി ഇത്ര സംഘടിതമായി സജ്ജീകരിച്ച് രാവിലെ മുതൽ ഈ സമയം വരെയും ഇങ്ങനെ കൊണ്ടുപോയി ഇതിന്റെ സംഘാടകർക്കും ഇതിനെ എന്നെ ക്ഷണിച്ച ഇത് പങ്കെടുക്കേണ്ട യഥാർത്ഥത്തിൽ KNM-ന്റെ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ സാഹിബായിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു പങ്കെടുക്കണം, പോകണം എന്ന് പറഞ്ഞപ്പോൾ സംഘാടകരും വിളിച്ചപ്പോൾ വരാതിരിക്കാൻ പറ്റില്ല. കാരണം താന്നാളൂർ നമുക്ക് അന്യമല്ല. വളവന്നൂരിൽ നിന്ന് വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം താന്നാളൂരും വളവന്നൂരും തൊട്ടടുത്ത് കിടക്കുന്ന തൗഹീദി പ്രബോധന രംഗത്ത് സജീവമായ 2 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതിൽ ജില്ലയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 3ാമതൊരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ആരും വിളിക്കണ്ട, ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റു പ്രയാസമില്ലെങ്കിൽ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതിൽ പങ്കെടുത്തു. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. സംഘാടകർക്കും നന്ദി, അള്ളാഹുവിന് നന്ദി. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ. വേദിയിൽ അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ISM ജില്ലാ സെക്രട്ടറി